ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. പരിശുദ്ധാത്മാവ് ദൈവശക്തിയോ ദൈവജ്ഞാനമോ ആണ് എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അവർ പറയുന്നത് ശരിയല്ല എന്ന് വേദവാക്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നതുമാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 3:6 ആത്മാവിനാൽ ജനിക്കുന്ന കാര്യം വിവരിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:4 ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഓരോവും വെളിപ്പെടുത്തുന്നുണ്ട്. ഈ 2 വാക്യങ്ങളെയും ചേർത്ത് വായിച്ചാൽ നമ്മിൽ പുതിയ സ്വഭാവത്തെ ഉളവാക്കുന്ന ആത്മാവ് ദൈവമാകുന്നു എന്ന് മനസ്സിലാക്കാം. 2, പരിശുദ്ധാത്മാവ് അപ്പസ്തോല ശുശ്രൂഷയ്ക്കായി ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചുവെന്ന് പ്രവൃത്തിയുടെ പുസ്തകം 13:2 പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം 5:4 അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല എന്നും വായിക്കുന്നു. അതുകൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്കായി ആളുകളെ വിളിക്കുന്ന ആത്മാവ് ദൈവമാണ് എന്ന് തെളിയുന്നു. 3, കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായി മത്തായി സുവിശേഷം 9:38 വായിക്കുന്നു. പ്രവൃത്തി 13:4 പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ വേലയ്ക്കായി പറഞ്ഞയച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേലക്കാരെ അയക്കുന്ന പരിശുദ്ധാത്മാവും കൊയ്ത്തിൻ്റെ യജമാനായ കർത്താവും ഒരേ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് എന്ന് വ്യക്തം. 4, ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് ശീമോൻ അരുളപ്പാട് ലഭിച്ചിരുന്നു എന്ന് ലൂക്കോസ് സുവിശേഷം 2:26 വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:28-29 വാക്യങ്ങളിൽ യേശുക്കുഞ്ഞിനെ കയ്യിലേന്തിയ ശീമോൻ ദൈവത്തെ സ്തുതിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അരുളപ്പാട് കൊടുത്ത പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വ്യക്തം. 5, യോഹന്നാന്റെ സുവിശേഷം 14:17 സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിലിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് 1 കൊരിന്ത്യർ 14:25 രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദവാക്യങ്ങളെല്ലാം ദൈവവിശ്വാസ്യമാണ് എന്ന് 2 തിമോത്തിയോസ് 3:16 വായിക്കുന്നു. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ് എന്ന് പത്രോസ് എഴുതിയ 2 ലേഖനം 1:21 വായിക്കുന്നു. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് യോഹന്നാന്റെ സുവിശേഷം 6:45 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 2:13 ഉണ്ട്. ഈ വാക്യങ്ങളെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ദിവ്യജ്ഞാനത്തെ ഉപദേശിക്കുന്ന ആത്മാവ് ദൈവമാണ് എന്ന് തെളിയുന്നു. 6, പ്രവൃത്തിയുടെ പുസ്തകം 5:3-4 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പത്രോസ് അനന്യാസിനോട് പറയുന്നു. ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 7, ലൂക്കോസ് 11:20 ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് താൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതായി യേശു പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി സുവിശേഷം 12:28 ദൈവാത്മാവിനാൽ താൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് യേശു പറയുകയുണ്ടായി. ഈ ഭാഗത്തും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം വെളിപ്പെടുന്നുണ്ട്. 8, ലൂക്കോസിൻ്റെ സുവിശേഷം 1:69 ദൈവമായ കർത്താവ് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്നും പ്രവൃത്തി 28:27 പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം പറഞ്ഞുവെന്നും എഴുതിയിരിക്കുന്നു. 9, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും എന്ന് ലൂക്കോസ് സുവിശേഷം 1:35 വായിക്കുന്നു. ഇവിടെ ആത്മാവ് അത്യുന്നതനായ ദൈവമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 10, 1 കൊരിന്ത്യർ 12:10 കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കി ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് ഏത് കൃപാവരമാണ് എന്ന് ഗ്രഹിച്ച് കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കാണാം. യെശയ്യാവിൻ്റെ പുസ്തകം 11:2 പരിശുദ്ധാത്മാവിൻ്റെ വിശേഷാൽ ഗുണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്,
പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെയാണ് ദൈവാത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ലഭിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-7 പറയുന്നു. അതുകൊണ്ട് ആത്മാവ് സർവ്വസ്വാതന്ത്ര്യവും സർവജ്ഞാനവുമുള്ള ഒരുവനാണ് എന്ന് വ്യക്തമാകുന്നു. 11 എബ്രായർ 9:14 വായിക്കുന്നത് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു എന്നാണ്. ഇവിടെ ആത്മാവ് നിത്യനാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദൈവത്വവും ദൈവിക പ്രവൃത്തികളുമുള്ളവനായിരിക്കെ നമ്മുടെ ബുദ്ധിക്ക് അഗോചരമായ വിധത്തിൽ പിതാവിനോടും പുത്രനോടും കൂടെ തൃത്വത്തിലെ മൂന്നാമനായി വർത്തിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഭക്തന്മാർ പാടിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. പരിശുദ്ധാത്മാവേ നമസ്കാരം, പരമസദ്ഗുരുവേ നമസ്കാരം, അരൂപിയായ അടിയാർ ഹൃദയത്തിൽ വസിക്കും, അരൂപിയായ അടിയാർ ഹൃദയത്തിൽ വസിക്കും, ആശ്വാസപ്രദനേ നമസ്കാരം, ആശ്വാസപ്രദനേ നമസ്കാരം, പരമപിതാവേ നമസ്കാരം, പരിശുദ്ധ പരനേ നമസ്കാരം. ഇതുവരെ ഈ വചനങ്ങളെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ത്രിയേക ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്തുകൊണ്ട് ഈ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.